ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് കൊത്തു ചപ്പാത്തിയാണ്. ഞാൻ കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ഇതിനു മുമ്പേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ഞാൻ ഈ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 8 ചപ്പാത്തിയാണ്. സാമാന്യം വലിപ്പമുള്ള 8 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള അളവുകളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ടൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിച്ചെണ്ണയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നെ ആ എണ്ണ ചൂടായപ്പോഴേക്കും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൻ്റെ പച്ചച്ചവയൊന്ന് മാറി വന്നു കഴിഞ്ഞപ്പോഴേക്കും 2 ഉള്ളി 4ആയിട്ട് മുറിച്ച് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു 3 പച്ചമുളക് നടുവേ മുറിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ നടുവേ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 12 പീസ് പച്ചമുളകുണ്ട്. അത് ആവശ്യത്തിനുള്ള എരിവുണ്ട്, കാരണം നമ്മൾ ഇനിയിപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും വഴറ്റാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതങ്ങ് ബ്രൗൺ കളർ ആകുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നാൽ മാത്രം മതി കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. നിങ്ങൾക്കത് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാതിരിക്കത്തില്ല. ഇനിയിപ്പം ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊത്തി അരിഞ്ഞ് ഇടുന്നതാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗി കനം കുറച്ച് നീളത്തിലരിയുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ ക്യാരറ്റൊക്കെ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് നിങ്ങൾക്ക് മൂടി വെച്ച് വേവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തുറന്നിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി. പക്ഷേ കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനി ഇപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 4 പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചമുളക്, കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിനുള്ള എരിവുണ്ട് ഒരു 8 ചപ്പാത്തിക്ക്. ഇവിടെ എല്ലാവരും സാമാന്യം എരിവ് കഴിക്കുന്നവരാണ്, അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാം. പൊടിയുടെ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ചിട്ടാക്കാം, അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, അരപ്പ് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ച് കൊടുക്കുന്ന. അത് അരപ്പ് വഴറ്റാൻ വേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ഡ്രൈ ആയിട്ടുള്ളൊരു സാധനമല്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടും കൂടെ ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ക്രിസ്പായിട്ടാണ് കൊത്തി ചപ്പാത്തി ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തളിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ അരപ്പ് വഴറ്റിയാൽ മാത്രം മതിയേ. ഇനി മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് മുറിച്ചതിട്ട് വഴറ്റുവാണേ. അപ്പോൾ ആ തക്കാളിയിലുള്ള ആ ഒരു നനവ് കൊണ്ട് നമുക്ക് ഈ അരപ്പുകൾ ഒന്നുകൂടൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഈ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉപ്പ് ഒരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മളെല്ലാം കൂടി ഒന്നുകൂടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മാഗിയുടെ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടല്ലോ, ഇത് നിർബന്ധമുള്ളൊരു കാര്യമേ അല്ല. പിന്നെ ഇവിടെ ചിക്കനൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അതും കൂടെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ, ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഒരു ഫുൾ മാഗി ചിക്കൻ ക്യൂബിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ഇട്ടത് കേട്ടോ. ചിക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഈ മാഗിയുടെ ചിക്കൻ്റെ ക്യൂബ് ചേർത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ ആ ചൂട് കൊണ്ടത് പെട്ടെന്നങ്ങ് അലിഞ്ഞോളും. നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ നടുഭാഗത്തുനിന്ന് ആ വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട, പിന്നെ നിങ്ങൾക്കിത് മുട്ട ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസ് മാത്രം ഇട്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ബീൻസോ മഷ്റൂമോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പം മുട്ട ഇഷ്ടമുള്ളത് കൊണ്ട്, ഞങ്ങളുടെ വീട്ടിലെ മുട്ട ഇഷ്ടമുള്ളത് കൊണ്ട് 4 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ആദ്യം ഒരു പകുതി സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വെജിറ്റബിൾസിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി ഒന്നായിട്ട്. പിന്നെ ഇങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കുഴഞ്ഞു പോകുമോ എന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു 3-4 മുട്ട എടുത്തിട്ട് ചിക്കി പൊരിച്ച് ചേർത്താലും മതി. 4 മുട്ട തന്നെ വേണം എന്നില്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതലും ചേർക്കാം, കുറവും ചേർക്കാം. ഒറ്റ മുട്ട പോലും ചേർക്കാതെയും ഇതുണ്ടാക്കാം കേട്ടോ. വെജിറ്റേറിയൻസ് ഉണ്ടാക്കുമ്പോഴേക്കും 2 കാര്യമേ ഇതിൽ വ്യത്യാസം വരുത്താനുള്ളൂ. മാഗിയുടെ ചിക്കൻ ക്യൂബ് വേണമെങ്കിൽ മാറ്റാം, മുട്ടയും ചേർക്കണ്ട. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായാലും നമുക്ക് തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായാലും ഡിന്നറിനായാലും ഒക്കെ എടുക്കാൻ പറ്റുന്ന, വേറെ ഇതിൻ്റെ പുറകെ ഇനി വേറെ കറിയൊന്നും വേണ്ട, പിന്നെ ഒരിച്ചിരി സാലഡും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ് എന്നുള്ളതേ ഉള്ളൂ. നല്ല തൈരും പച്ചമുളകും സവോളയുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മുട്ടയെല്ലാം നന്നായിട്ട് അതിൻ്റെ ആ ഒരു നനവെല്ലാം അങ്ങ് പോയി നല്ലതായിട്ട് അങ്ങ് തോർന്നു കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു പകുതി ക്യാപ്സിക്കവും ഒരു 1/4 കപ്പ് അരിഞ്ഞ മല്ലിയിലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുവാണേ. അതും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ് നീളത്തിൽ മുറിച്ച് ചപ്പാത്തിയും കൂടെ. അപ്പോൾ ഈ ചപ്പാത്തിയുടെ മുറിക്കുന്നത് നമ്മളുടെ ഇഷ്ടം പോലെ, ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ചതുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം. ഇത് ഞാൻ സിസേഴ്സ് കൊണ്ടിട്ട് നീളത്തിൽ അങ്ങ് മുറിച്ചതാണ്. ചപ്പാത്തി നീളത്തിൽ ഒരു 6ആയിട്ട് മുറിച്ചിട്ട് പിന്നെ ആ നീളത്തിൽ മുറിച്ചതിനെ ഓരോന്നായിട്ട് എടുത്ത് അടുക്കി വെച്ചിട്ട് നീളത്തിൽ കത്രിക കൊണ്ട് തന്നെ അങ്ങ് മുറിക്കുകയായിരുന്നു. ചപ്പാത്തി കൂടി ഇട്ട ശേഷം നമ്മുടെ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ആകുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം ടേസ്റ്റുള്ള കൊത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ നിങ്ങൾ, ഇച്ചിരി പോലും കുഴയാതെ നല്ല വിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ച് കൊടുത്തതുകൊണ്ട്, നമ്മൾ ആ അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം വേണമെങ്കിൽ ചേർക്കാവുന്നത്, അല്ലെങ്കിൽ പച്ചക്കറി വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒരു കാര്യമാണ്, 1 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് സോയാ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് കുറച്ചൊഴിക്കാം. അല്ല, സോയാ സോസിൻ്റെ ടേസ്റ്റ് കുറച്ചൊരു ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവുന്നതിനും ഒരു കുഴപ്പവുമില്ല. 2 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒന്നീ വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒന്ന് എല്ലായിടത്തും കൂടെ ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ആ സോയാ സോസിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പം അതും നല്ലൊരു രുചിയാണ് കേട്ടോ. ഇനി ഇപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലോട്ടൊന്ന് വിളമ്പാമേ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്